ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരാൾ രൂപമാണ് എന്ന് ജനങ്ങളിലാകെ വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അതായിരുന്നു ജനങ്ങളുടെ ധാരണ. പിന്നെ എല്ലാത്തിനും വ്യാജം ആണ്, അതായത് ഒരു സ്ഥാനാർത്ഥി തന്നെ ഏത് കാര്യത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നത് വ്യാജ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് പ്രസിഡൻ്റായത്, അതുതന്നെ കേരളത്തിൽ ആകെ ചർച്ചയായി കേസെടുത്ത സംഭവ വികാസങ്ങളാണ്. രണ്ടാമത് അതേ മാതൃകയിലാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു എന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് മാറിയിടുന്ന ചങ്ങാതിയായിട്ടുള്ള, വസ്ത്രം മാറിയിടുന്ന ചങ്ങാതിയാണല്ലോ ചങ്ങാതി ഷാഫി, എന്താ ചെയ്ത് വ്യാപകമായി നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വ്യാജ വോട്ട് തന്നു. അങ്ങനെ ഈ UDFിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വ്യാജനാണ്, ഇപ്പോൾ വ്യാജ ഐഡൻറ്റിറ്റി കാർഡും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് ഈ മണ്ഡലത്തിൽ ജനങ്ങൾ വിശ്വസിച്ചു. ഇതാണ് UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഐഡൻറ്റിറ്റി. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഞാനാണ് മത്സരിക്കാൻ യോഗ്യൻ, ഞാനല്ലാതെ മറ്റൊരു യോഗ്യതയും ഈ BJPക്ക് ഒരു വ്യക്തികൾക്കും ഇല്ല, മത്സരിക്കാനുള്ള യോഗ്യത എനിക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ അദാനിയുടെ വളർച്ച പോലെ പാലക്കാട് ജില്ലയിൽ സാമ്പത്തികമായി വളർന്ന ഒരു BJP നേതാവാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, BJPയുടെ ആളുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്, വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSSൻ്റെ നേതൃത്വത്തിൽ തന്നെ ഗതികേട് കൊണ്ട് ഇയാളെ വിജയിപ്പിക്കണമെന്ന് പ്രവർത്തകരോട് നിർബന്ധിക്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന BJPയുടെ പ്രവർത്തകർക്കും ഇയാളൊരു മഹാ അഴിമതിക്കാരനാണ് എന്നും സ്ഥാനാർത്ഥിയാവാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയായില്ലെങ്കിലും അമർന്നു നിൽക്കുന്നൊരു ചർച്ചയാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഐഡൻറ്റിറ്റിയാണ്. എന്നാൽ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആദ്യം നിങ്ങളുൾപ്പെടെയുള്ള പലരും പറഞ്ഞു കാലിമാറി വന്ന ഒരാളല്ലേ എന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറി വന്ന ഒരാളെ CPMലൊന്നും ആളില്ലേ എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം ഇലക്ഷൻ്റെ ഒരു ആദ്യഘട്ടം കഴിയുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങി. മാത്രമല്ല, ഒരു ഉയർന്ന വിദ്യാഭ്യാസം, അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ ഈ മണ്ഡലം സ്വീകരിക്കും എന്നുള്ളത് നമുക്കെല്ലാം അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോ ശ്രീധരൻ ഇവിടെ മത്സരിച്ചപ്പോൾ BJPക്ക് എന്നും കിട്ടാത്ത വോട്ട് ലഭിച്ചു. BJPയുടെ വോട്ടല്ല. അദ്ദേഹത്തിനോടുള്ള ആദരവും റെസ്പെക്റ്റും അദ്ദേഹത്തിൻ്റെ ഉന്നത നിലവാരവും എല്ലാം കണക്കാക്കിയിട്ടാണ്. ആ നിലയിൽ ചിന്തിക്കുന്ന കുറേയധികം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിച്ചാണ് കൃഷ്ണകുമാർ പറയുന്നത് മെട്രോ ശ്രീധരന് കിട്ടിയ വോട്ട് എന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും
മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന ഈ പ്രതിഭയെയും തമ്മിൽ താരതമ്യം ചെയ്യാവോ? ആ പ്രതിഭയേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് വോട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു അവകാശവാദം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. എത്ര പുച്ഛത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണേണ്ടത്. മെട്രോ ശ്രീധരനേക്കാളും വലിയൊരു പ്രതിഭയാണ് എന്ന നിലയിലേക്ക് സ്വയം മാറുക എന്നുള്ളത് ഒരു അല്പത്തരമാണ്, അല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ നല്ല സമൂഹത്തിൽ നല്ല ബഹുമാനവും ഉയർന്ന വിദ്യാഭ്യാസവും പ്രത്യേക മേഖലകളിൽ കഴിവുള്ള വ്യക്തികളെ ഈ മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ അംഗീകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ വിജയ സാധ്യത കൂടുതൽ ഉറപ്പാക്കുന്നത്.